ഹായ്. അക്ഷരം അക്ഷരം ആദ്യാക്ഷരങ്ങൾ എവിടെ തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലർക്കും സംശയങ്ങളുണ്ട്. ആ എന്ന അക്ഷരത്തിൽ എഴുതി തുടങ്ങാം എന്ന് കരുതി നമ്മൾ കുട്ടികളെ എല്ലാ അക്ഷരങ്ങളും പഠിപ്പിക്കാൻ വ്യഗ്രത കാണിക്കും. താല്പര്യം നല്ലത് തന്നെ. കുട്ടികൾ പഠിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് ആയിൽ നിന്നല്ല. എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ കയ്യിൽ പെൻസിൽ, ചോക്ക കഷ്ണം അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന എന്ത് ഉപകരണമായാലും പെൻസിലോ ചോക്കോ പേനയോ എന്തായാലും സ്വതന്ത്രമായി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അവർ ആദ്യം ഇടുന്നത് ചിലപ്പോൾ ഒരു കുത്തായിരിക്കും, ചിലർ ഒരു വരയായിരിക്കും. ഒരു കുത്ത വര അത് ഏത് ദിശയിലായാലും അത് സ്വതന്ത്രമായി കൊടുക്കുമ്പോൾ അവർ വരയ്ക്കുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കുത്ത് വരച്ചു, ഒരു വര വരച്ചു, നേരെയുള്ള വര വരയ്ക്കാം, ഇങ്ങനെ നേരെ നേരെ വരയ്ക്കാം, നേരെ വരയ്ക്കാം, ചരിഞ്ഞ് വരയ്ക്കാം, ചരിഞ്ഞ് 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 വരയ്ക്കാം, തിരിച്ചിങ്ങനെ വരയ്ക്കാം. അതുകൂടാതെ പിന്നെ ഇങ്ങനെ വളഞ്ഞൊരു വര വരയ്ക്കാം. ചെറുതായിട്ട് വളഞ്ഞു, കുറച്ചുകൂടെ വളഞ്ഞു, കുറച്ചുകൂടെ വളഞ്ഞു, കുറച്ചുകൂടെ വളഞ്ഞ് റ എന്ന അക്ഷരം നമുക്ക് എഴുതി പഠിപ്പിക്കാം. പിന്നീട് നമുക്ക് രാ എഴുതാൻ പഠിക്കാം. രാ രാ ഇത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ വരച്ച വര ഈ ഒരു കുത്തോ ഒരു വരയോ ആണെങ്കിൽ എത്രയും അത് വരയ്ക്കുമോ, എത്ര വരെ സന്തോഷത്തോടെ വരയ്ക്കുമോ അതുവരെ കുട്ടി വരച്ചോട്ടെ. രാ എന്നുള്ള അക്ഷരമാണ് അടുത്തതായി നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. പിന്നീട് ത എന്ന അക്ഷരവും ന എന്ന അക്ഷരവും നമുക്ക് ക്രമാനുഗതമായി പഠിപ്പിക്കാം. ഇതിന് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ച് തീർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് കുട്ടി സ്വതന്ത്രമായിട്ട് വരയ്ക്കുന്നതാണ് അവന് സന്തോഷം. അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഉത്സാഹവും അവനിൽ വർദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ എന്ന അക്ഷരം പഠിക്കാം, ഹ എന്ന അക്ഷരം പഠിക്കാം. പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയ വരകൾ ആദ്യം കുഞ്ഞ് പൊട്ട് വരച്ച് വര വരച്ചു, പിന്നെ ചിലപ്പോൾ വലിയ വരകളായിരിക്കും വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല താല്പര്യമാണ് ആ കുട്ടിക്ക് അക്ഷരം പഠിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കുക. ചിലപ്പോൾ ഒരു പൂവിനെ തന്നെ വരച്ചു എന്ന് വരും, ചിലപ്പോൾ ആ ഒരു പൂവിനെ ഒരു താമരയായി അല്ലെങ്കിൽ ഒരു റോസാപ്പൂവായി ഇങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാനുള്ള താല്പര്യം വളരുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവനെ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് വരയ്ക്കാൻ വിടുകയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോഴങ്ങനെ വരച്ച് പഠിക്കുന്ന കുട്ടിക്ക് അക്ഷരങ്ങൾ എളുപ്പമായി മാറും. പിന്നീട് റായും ടായും തായും അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള അക്ഷരങ്ങൾ, ആ പോലെയുള്ള അക്ഷരങ്ങൾ ഇക്ഷായും ഇത്രായും ഒക്കെ പഠിക്കേണ്ടത് ഏറ്റവും അവസാനമാണ്. നമ്മൾ ഏറ്റവും കുഴയ്ക്കുന്ന ഒരു അക്ഷരമാണ് ഛ. ഛഷം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെ പടം കാണിച്ചിട്ടാണ് ഛ പഠിക്കുന്നത്. ഈ ഇത്തരം അക്ഷരങ്ങൾ നമുക്ക് അക്ഷരമാലയിൽ അവസാനം പഠിച്ചതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. മറ്റക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അക്ഷരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കുട്ടി അത് വളരെ നിസ്സാരമായിട്ട് പഠിക്കും. അത് കാരണം ഛഷം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ല. ചിത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് പഠിപ്പിക്കുമ്പോഴും മത്സ്യം അല്ലെങ്കിൽ മീൻ എന്നായിരിക്കും കൊച്ചു കുട്ടികൾ ആദ്യമായിട്ട് പറയും. അതുകൊണ്ട് ഈ അക്ഷരം അപ്പോൾ പഠിപ്പിക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ റ് എന്ന അക്ഷരവും പഠിപ്പിക്കാൻ ധൃതി കാണിക്കേണ്ടതില്ല. കാരണം വളരെ ചുരുക്കമായി മാത്രമേ നമ്മൾ റ് എന്ന അക്ഷരം ഉപയോഗിക്കാറുള്ളൂ. ഋഷി എന്ന വാക്കാണ് ഋഷി, ഋഷഭം അങ്ങനെയുള്ള വാക്കുകളാണ് റ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്. ആ അക്ഷരം ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ച് തീർക്കണം എന്ന് യാതൊരു നിർബന്ധവും വയ്ക്കേണ്ട കാര്യം ഇല്ല. അക്ഷരമാല കാലക്രമത്തിൽ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം അക്ഷരമാല പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മെച്ചം. ആ കൂട്ടത്തിൽ ഈ അക്ഷരവും നമ്മൾ പഠിച്ചു വരികയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ സാവകാശവും ക്ഷമയുമാണ് ആവശ്യം. മാതാപിതാക്കൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കുവാനും വളരെ വേഗത്തിലും കൃത്യമായി പഠിക്കുവാനും രക്ഷകർത്താക്കൾ പഠിപ്പിച്ചാൽ കഴിയും. എന്നാൽ അനാവശ്യമായ ധൃതി ആ എന്ന അക്ഷരത്തിലോട്ടോ ഇക്ഷ എന്നൊരു അക്ഷരമോ
പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ധൃതി കുഞ്ഞിനെ അക്ഷരത്തോടുള്ള മടുപ്പിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. താങ്ക് യു.